വളരെ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു വാപ്പയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ. ഈവൻ വാപ്പക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. ഇവിടെ ക്യാൻസർ ഉണ്ടായിട്ട് പോലും ഇവിടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തത്. അപ്പോൾ രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഒന്നും ഇല്ലാത്ത സമയത്തും അവിടുന്ന് കോള് വരുന്ന സമയത്ത് ഈവൻ ഈ പെയിനൊക്കെ സഹിച്ചുകൊണ്ടും വാപ്പ രാത്രി എണീച്ച് ഓടുമായിരുന്നു. പിന്നെ വാപ്പ 2014 മരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പേഷ്യൻസിനോട് വളരെ സിൻസിയറിറ്റി കാണിച്ച് അത്രയും നല്ലൊരു ഡോക്ടറായിരുന്നു ഉമറിൻ്റെ ഉപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പയ്ക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത കാര്യം ഉമറിലൂടെ കംപ്ലീറ്റ് ആകണം എന്നാണ് ഉമറിൻ്റെ ആഗ്രഹം. അതിനാണ് ആക്ച്വലി ഇവിടെ ശരിക്കും ജോയിൻ ചെയ്തത് തന്നെ അല്ലേ? ഉമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും എന്താ പറയുക എഫേർട്ട് ഇട്ടിട്ടാണ് എന്താ പറയുക ഇന്ന ഇതിലേക്ക് ഇന്ന ഈ ഒരു പൊട്ടൻഷ്യലിലേക്ക് എത്തിച്ചത്. ഞാൻ എന്ന് പറഞ്ഞാൽ വാപ്പൊക്കെ മരിച്ച ടൈമിൽ ഞാനെന്താ കുറച്ച് ജനറേഷനോളം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നമ്മളെ ഫാമിലി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 11th ബാച്ചിൽ വല്ലിപ്പ പഠിച്ചിട്ടുണ്ട്. വല്ലിപ്പ വാപ്പാൻ്റെ വാപ്പ. പിന്നെ വാപ്പ ഇവിടുത്തെ 39th ബാച്ചിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ 69th ബാച്ചിലാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ 3 ജനറേഷനായിട്ട് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ അവരൊക്കെ പഠിച്ച സെയിം ഹാളിൽ തന്നെ അങ്ങനത്തെ ക്ലാസ്സിൽ തന്നെയാണ് നമ്മൾ ഇരിക്കണത്. അപ്പോൾ ആ ഒരു എന്താ പറയാ ആ ഒരു ഫീല് നമുക്ക് ഭയങ്കര ഫീലാണ്. വാപ്പ ഇവിടെ MBBS പഠിക്കണ സമയത്ത് ഇവിടെ മാത്സ് ഇഷ്ടമാണോ? മാത്സ് ഇഷ്ടമാണ്, പക്ഷേ അതിനായിട്ടുള്ള ടച്ച് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാ നീറ്റ് എക്സാമിനൊപ്പം JEE മെയിൻസ് ക്രാക്ക് ചെയ്തേ? അത് ഭയങ്കര ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം അത് എന്താ പറയാ ബയോളജിക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് എന്താ അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും +1 കംപ്ലീറ്റ്ലി ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. +1ലും റേസിലും വന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? അത് ഞാൻ NCERT ഇങ്ങനെ കാണാം, നമ്മൾ അറിയാണ്ട് സാറിനെ ഇമിറ്റേറ്റ് ചെയ്ത് പോകും. കാരണം അങ്ങനെയാണ് NCERT കാണാതെ പഠിച്ചിട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇടയ്ക്ക് സാറിനെ കളിയാക്കി പറയും NCERT സിലബസ് മാറ്റിക്കഴിഞ്ഞാൽ സാറാകെ പെട്ടു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ് നീറ്റിൽ നമ്മൾ എങ്ങനെ പഠിച്ചെന്നല്ല നോക്കുക, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നാണ് നോക്കുക. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ്. അത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് 100% സ്കോർ കിട്ടുകയാണ്. 99.99% എനിക്ക്. പിന്നെ ഞാൻ +2 റേസിലേക്ക് അഡ്മിഷൻ എടുത്ത സമയത്താണ് നമുക്ക് അവിടെ കറക്റ്റായിട്ട് എക്സാംസ് MCQ ടൈപ്പ് എക്സാംസ് നടത്താൻ തുടങ്ങിയത്. അത് മെയിനായിട്ട് കുട്ടികൾക്ക് ഈ എക്സാം 2025 പറ്റിയ പ്രശ്നമാണ്. ഇൻ്റഗ്രേറ്റഡ് ബാച്ച് ആകുമ്പോൾ ആകെ ഒരു സ്ഥലത്തേക്ക് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അവർക്ക് സ്കൂളിനെ കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നേരെ എൻട്രൻസ് രീതിയിൽ പോവുക, അങ്ങനെ രീതിയിൽ ചെയ്യാന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അത് ഇതാണ്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ഈ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അതിനനുസരിച്ച് ഒരു ആവശ്യത്തിനനുസരിച്ച് കൊടുക്കും. നിങ്ങളിൽ ഒരുപാട് പേര് ഡ്രീം ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ. നമ്മളുടെ കൂടെ ഇന്നുള്ളത് ഒമർ ഫാരിസ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണിത്. നമുക്ക് എന്താണെങ്കിലും കോളേജിൻ്റെ ഗാർഡനിലിരുന്ന് സംസാരിക്കാം. $23 ലക്ഷത്തോളം കുട്ടികൾ അപ്പിയർ ചെയ്ത 2025 നീറ്റ് എക്സാം ഓൾ ഇന്ത്യ റാങ്ക് 977 സ്കോർ ചെയ്ത റേസിൻ്റെ സ്റ്റുഡൻറ്റ് ഒമർ ഫാരിസിനോടൊപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ടൈമിൽ വളരെയധികം ഹാപ്പിനെസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒമറിൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റ് തന്നെയായിരിക്കും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഡ്രീം ശരിക്കും എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? മാത്രമല്ല ഈ ഒരു റിപ്പീറ്റ് ചെയ്യുക, നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു വർക്ക് ശരിക്കും എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു? നീറ്റ് എക്സാമിനെ കുറിച്ചിട്ട് ശരിക്കും എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ശരിക്കും +1 എത്തിയപ്പോഴാണ് തന്നെയാണ്. പക്ഷേ ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനത്തെ ഒരു എൻവിറോൺമെന്റിലാണ് വളർന്നത്. കാരണം എൻ്റെ വാപ്പയും വല്ലിപ്പയും ഒക്കെ ഡോക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ വാപ്പാൻ്റെ ഭയങ്കര എന്താ പറയുക വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു വാപ്പയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ. ഈവൻ വാപ്പക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു.
ഇവിടെ ക്യാൻസർ ഉണ്ടായിട്ട് പോലും ഇവിടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തത്. അപ്പോൾ രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഒന്നും ഇല്ലാത്ത സമയത്തും അവിടുന്ന് കോള് വരുന്ന സമയത്ത് ഈവൻ ഈ പെയിനൊക്കെ സഹിച്ചുകൊണ്ടും വാപ്പ രാത്രി എണീച്ച് ഓടുമായിരുന്നു. പിന്നെ വാപ്പ 2014 മരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടും വല്യപ്പാൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഓരോ വീട്ടിലേക്ക് പോണ സമയത്ത് അവിടെ ഇങ്ങനെ വട്ടത്തിൽ പേഷ്യൻസിനൊക്കെ മൂപ്പരാൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രത്യേക രീതിയാണ്. നടുവിലിരിക്കും, ഒരു 5-6 പേഷ്യൻസ് ചുറ്റും ഉണ്ടാവും, എന്നിട്ട് ഒരുമിച്ച് 5 ആൾക്കാരെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇതൊക്കെ കണ്ടുവരുമ്പോൾ ആ ഒരു മോട്ടിവേഷനിലാണ് എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ എൻട്രൻസിനെ കുറിച്ചിട്ട് അറിയണത് സത്യം പറഞ്ഞാൽ എൻട്രൻസ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്ത് എൻട്രൻസ് ആണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയണത് ഈ +1 എത്തി 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേനും ജസ്റ്റ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുള്ള കാര്യമാണ് മുൻപ്, അതായത് ഉമർ എക്സാം ക്രാക്ക് ചെയ്ത സമയത്ത് തന്നെ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് ഉമറിന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് വളരെ സ്പെഷ്യൽ ആണെന്ന്. എന്താണ് വളരെ സ്പെഷ്യൽ ആവുന്നതിന്റെ റീസൺ? എന്ന് പറഞ്ഞാൽ ജനറേഷനോളം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നമ്മളെ ഫാമിലി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 11th ബാച്ചിൽ വല്യപ്പ പഠിച്ചിട്ടുണ്ട്. വല്യപ്പ വാപ്പാന്റെ വാപ്പ. പിന്നെ വാപ്പ ഇവിടുത്തെ 39th ബാച്ചിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ 69th ബാച്ചിലാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ 3 ജനറേഷനായിട്ട് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ അവരൊക്കെ പഠിച്ച സെയിം ഹാളിൽ തന്നെ, അങ്ങനത്തെ ക്ലാസ്സിൽ തന്നെയാണ് നമ്മൾ ഇരിക്കണത്. അപ്പോൾ ആ ഒരു എന്താ പറയാ, ആ ഒരു ഫീല് നമുക്ക് ഭയങ്കര ഫീലാണ്. അപ്പോൾ ഇവിടെ MBBS പഠിക്കണ സമയത്ത് ഇവിടെ വീട് എടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ അടുത്ത വീട്. അപ്പോൾ ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ടാവും. അപ്പോൾ ആ വീട്ടിൽ വാപ്പ 1995 ഇവിടെ പഠിക്കാൻ വേണ്ടി എടുത്ത ആ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് അത്രയും ക്ലോസ് ആയിട്ടൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത്ര റാങ്ക് ഉണ്ടെങ്കിലും ഇവിടുന്ന് വിട്ട് പോകാൻ നമുക്ക് തോന്നില്ല. ഇവിടെ അടുത്ത് തന്നെയാണ് +1 +2 പഠിച്ചത്. അപ്പോൾ +1 +2 ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് ചോറ് കഴിച്ചു. ഇപ്പോഴും വീട്ടിൽ പോയിട്ടാണ് ചോറ് കഴിക്കുന്നതെന്ന് കേട്ടു. ഞാൻ വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കണില്ല, കാരണം ഇപ്പോൾ കുറച്ച് ടൈറ്റാണ്, 1 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഹോസ്റ്റലിൽ പോയിട്ട് ജസ്റ്റ് കഴിക്കും. വീട്ടിലൊക്കെ വേണമെങ്കിൽ പോവാം, പക്ഷെ ടൈമും ഒക്കെ ഒരു ഇതിലായിട്ടാണ്. പേഷ്യൻസിനോട് വളരെ സിൻസിയറിറ്റി കാണിച്ച് അത്രയും നല്ലൊരു ഡോക്ടറായിരുന്നു ഉമറിൻ്റെ ഉപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പയ്ക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത കാര്യം ഉമറിലൂടെ കംപ്ലീറ്റ് ആകണം എന്നാണ് ഉമറിൻ്റെ ആഗ്രഹം. അതിനാണ് ആക്ച്വലി ഇവിടെ ശരിക്കും ജോയിൻ ചെയ്തത് തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ 2026 നീറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് അറിയണമെന്ന ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉമറിൻ്റെ അടുത്ത് ചോദിക്കട്ടെ. എന്തായിരുന്നു ഉമറിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, സ്റ്റഡി സ്ട്രാറ്റജി? ഒരു ഡെയിലി സ്കെഡ്യൂൾ എങ്ങനെയായിരുന്നു? ഡെയിലി സ്കെഡ്യൂളിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു ശരിക്കൊരു മോർണിംഗ് പേഴ്സണാണ്. അപ്പോൾ ഞാൻ +2 പഠിക്കുമ്പോൾ ഉള്ളത് പറയാം, കാരണം അതായിരിക്കും കുറച്ചും കൂടി ആവശ്യം ഉണ്ടാകുന്നത്. കാരണം ഞാൻ +2 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹോളിഡേ ബാച്ചിലായിരുന്നു റേസിന്. എനിക്ക് മോർണിംഗിൽ ടൈം കിട്ടും. അപ്പോൾ സ്കൂൾ ഇവിടെ അടുത്തായിരുന്നു, 5 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 9 മണിക്ക് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 8:30-8:45 ഇറങ്ങിയാൽ മതി, ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അപ്പോൾ എനിക്ക് രാവിലെ സുബൈ 5 ആ ടൈം മുതൽ എനിക്ക് 8-8:30 വരെ ടൈം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ടൈമിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ പഠിക്കും, പിന്നെ കഴിഞ്ഞ കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ രാത്രി ഞാൻ പഠിക്കും. നമ്മൾ കുറേ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അത് നമ്മൾ ടോപ്പിക്ക് റിവൈസ് ചെയ്യുന്നതിനെ കൂടെ ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഡെയിലി ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ രാവിലെ ചെയ്യാറ്. പിന്നെ അന്ന് രാവിലെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻസ് രാത്രി ഞാൻ ചെയ്യും. അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ നിന്ന് പോവില്ല. അപ്പൊ അതാ ചെയ്യാം. അപ്പൊ ആൻസർ കിട്ടിയാലും പിന്നെയും ചെയ്യും. അപ്പൊ ഞാൻ ഒറ്റൊരു ബുക്ക് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് +2 ടൈമിലായ സമയത്ത്. ഞാൻ പിന്നെ ഇവിടെ റേസിന്റെ ബുക്കും ഉണ്ട്, പിന്നെ ഞാൻ പ്രീവിയസ് ഇയറിന്റെ ബുക്കാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ബുക്ക് ഞാൻ ഒരു 5-6 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻസ് 5 to 6 ടൈംസ് സെയിം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആയി. പ്രത്യേകിച്ച് 2024 എക്സാം ഈസി ആയിരുന്നു. അപ്പോൾ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. അപ്പോൾ എന്താ പറയുക, അതിൽ കണ്ട അതേപോലത്തെ ആ ഒരു റിപ്പീറ്റ് ചെയ്ത പ്രാക്ടീസിൻ്റെ ആ ഒരു ഫലം നമുക്ക് 24-ൽ കാണാൻ പറ്റി. ഈവൻ ദോ അത് എക്സാമിൽ എല്ലാവർക്കും മാർക്ക് ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് 663 മാർക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം.
ജിപ്മറിലൊക്കെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തിരുന്നു. അഡ്മിഷൻ അല്ല, സ്ട്രേ അലോട്ട്മെന്റിൽ ജിപ്മർ കരയിക്കലിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ കൊടുത്തിട്ടില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. സാധാരണ എനിക്കിവിടെ ചിക്മംഗളൂരിലും അതേപോലെ തമിഴ്നാട്ടിലെ കുറെ മെഡിക്കൽ കോളേജസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ തന്നെ കിട്ടണമെന്നുള്ള ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അതിലേക്കൊന്നും വല്ല ശ്രദ്ധ കൊടുത്തില്ല. പ്ലസ് വണ്ണില് അപ്പം കാര്യമായിട്ട് നീറ്റ് എക്സാം പ്രിപ്പയർ ചെയ്തില്ല എന്നാണോ? ചെയ്തിട്ടില്ല. പ്ലസ് വണ്ണിൽ കാര്യമായിട്ട് ചെയ്തില്ല. ഞാൻ നമ്മളിപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസും ബുക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എൻട്രൻസ് നല്ല ടഫായിട്ട് ഫീൽ ചെയ്തിരുന്നു. കാരണം എനിക്ക് അതിൻ്റെ ആ ഒരു നാക്ക് കിട്ടിയിട്ടില്ലേനു. അപ്പോൾ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും. ബോർഡ് എക്സാം നല്ല ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ബോർഡ് എക്സാമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എൻട്രൻസിന് അങ്ങോട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്ലസ് ടുവിൽ റേസിലേക്ക് അഡ്മിഷൻ എടുത്ത സമയത്താണ് നമുക്ക് അവിടെ കറക്റ്റായിട്ട് MCQ ടൈപ്പ് എക്സാംസ് നടത്താൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ എക്സാമിൽ എനിക്ക് 37% മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കെമിസ്ട്രിയിൽ സൊല്യൂഷൻസ് ആയിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നത്. തീരെ മാർക്കില്ലേനു. അപ്പോഴാണ് ഞാൻ ഈ എൻട്രൻസ് ബേസ് ആയിട്ട് പഠിക്കണമെന്ന് നോക്കിയിട്ട് കുറേ MCQ ക്വസ്റ്റ്യൻസും ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും പ്രാക്ടീസ് ചെയ്തിട്ട് രണ്ടാമത്തെ എക്സാമിൽ ഈവൻ 76 മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. 76% മാർക്ക്. ബട്ട് ആ പ്ലസ് ടുവിൻ്റെ അതിൽ എനിക്ക് അന്ന് ഫസ്റ്റ് റാങ്ക് വന്നു. ആ ഒരു മോട്ടിവേഷനിലാണ് ഞാൻ പിടിച്ച് കയറിയത്. അപ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ് ഇമ്പ്രഷൻ എവിടെ പഠിക്കുകയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ടൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെക്കുറിച്ച് കൺസേൺഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങാനും ഉഴപ്പാൻ ശ്രദ്ധിച്ചാൽ പോലും ഓരോ പ്രഷറിൽ നമ്മളത് ഓട്ടോമാറ്റിക്കലി പഠിച്ച് മുന്നോട്ടേക്ക് പോകും. അത് നല്ല ഒരു ഇതുണ്ടായിരുന്നു. ഈവൻ ജസ്യ മിസ്, ദിലീപ് സർ, എല്ലാ സാറുമാരും കൺസേൺഡ് ആണ്. എന്തെങ്കിലും മാർക്ക് പറയുമ്പോൾ എന്താ മാർക്ക് പറയണത്, എന്താ എങ്ങനെ ചെയ്യണത്, നമുക്കൊരു ഒരു പ്രശ്നമുണ്ട് തോന്നുകയാണെങ്കിലും അത് നല്ലതാണ് നമ്മളെ മുന്നോട്ടേക്ക് നീക്കാൻ വേണ്ടിയിട്ട്. പൊതുവെ റിപ്പീറ്റ് ചെയ്യുന്ന ഇയർ എന്ന് പറയുന്ന കുട്ടികൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അപ്പം 1 ഇയർ ഉമ്മർ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്ത സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ട്രെസ് ഒന്നും കൂടാണ്ട് എങ്ങനെയാണ് ഒരു സ്റ്റഡി സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുത്തത്? അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്ലസ് ടുന്ന് ഏകദേശം നല്ലൊരു ബേസ് ഉണ്ടായിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ പ്ലസ് വണ്ണിൽ എനിക്ക് അത്ര റെഡി ആയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യണ സമയത്ത് ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഓരോ ചാപ്റ്ററിൽ എനിക്ക് അറിയാത്ത ടോപ്പിക്കുകൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ അടുത്ത ദിവസം ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ക്ലാസ് മോഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് വരാണെങ്കിൽ എനിക്കതിൽ റെയിൻമാൻ പ്രോബ്ലം, അതേപോലെ സ്വിമ്മിങ്ങിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി, അങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് എനിക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു കറക്റ്റായിട്ട്. ജസ്റ്റ് ഇക്വേഷനൊക്കെ നോക്കിയിട്ടാണ് നീറ്റിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അന്ന് അടുത്ത ദിവസം എടുക്കാൻ പോകുന്നത് തലേന്ന് പഠിച്ചിട്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ റൗണ്ട് ഇട്ടിട്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ സാർ ഇരിക്കുമ്പോൾ സാർ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ, അങ്ങനെ എനിക്ക് അറിയാത്ത ടോപ്പിക്കുകൾ ഞാൻ സ്ട്രെസ് ചെയ്തിട്ട് അതിനെ കുറിച്ചിട്ടൊരു നോട്ടൊക്കെ ഉണ്ടാക്കി തരാൻ ടീച്ചേഴ്സിനോട് പറയുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്ത സമയത്ത് എനിക്കൊക്കെ ക്ലിയറായി. ആ ഗ്യാപ്സൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് അങ്ങനെ ചെയ്തു. അപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ഇതായി. പിന്നെ അന്ന് രാത്രി പോയിട്ട് അന്ന് എടുത്ത ക്ലാസ്സിലെ എക്സാംസ് ക്വസ്റ്റ്യൻസ് ചെയ്യണ സമയത്ത് അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ റേസിൽ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഡെയിലി എക്സാം ഉണ്ടാവും. എല്ലാ ദിവസവും ഒരു 5 മണിക്ക് ഇവർ എന്ത് ചെയ്യും, ഒരു എക്സാം വെക്കും. 20 ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാം. അന്നെടുത്ത ടോപ്പിക് അല്ലായിരുന്നുണ്ട്. റിപ്പീറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇടും. ഈവൺ ദോ അവിടെ നിന്ന് എടുക്കാത്ത ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ആ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആ ചാപ്റ്ററൊക്കെ പഠിച്ചിട്ട് ആണ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ വരിക. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് അറിയാത്തത് നമുക്ക് ബോധ്യം ഉണ്ടാവും. അപ്പോൾ ആ ഭാഗം നമുക്ക് സ്ട്രെസ് ചെയ്ത് ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫില്ലാവും. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ ഡെയിലി എക്സാം എല്ലാ ദിവസവും എക്സാം ഉണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഈ സ്ട്രാറ്റജീസ് ത്രൂ ഔട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒമറിന് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി എന്നുള്ളത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുന്ന വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിന് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഇതിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജീനെ കമ്പയർ ചെയ്യുമ്പം കറക്റ്റ് പകുതി ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ പല രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജീനേക്കാൾ ടഫ് ആയതുകൊണ്ട് ശരിക്കും അതാണ് ഇവിടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്. വേറൊരു പക്ഷമുണ്ട്, ബയോളജി ഈസി ആണെങ്കിൽ പോലും അതിന് ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ പഠിക്കുന്ന സമയത്തും എക്സാമിൻ്റെ ടൈമിലും ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള ആ ഒരു
കാര്യം എങ്ങനെയാണ് ബാലൻസ് ചെയ്തത്? അതിനെപ്പറ്റി എന്താണ് ഇവരോട് പറയാനുള്ളത്? ആദ്യം ഞാൻ ബയോളജിനെ കുറിച്ച് പറയാം. ഇത് ശരിക്കും നല്ലോണം ബാലൻസ് ചെയ്തിട്ട് പഠിക്കണം. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഒന്നിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള അങ്ങനെയല്ല സംഭവം. എനിക്ക് പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഫിസിക്സിനും കെമിസ്ട്രിക്കുമാണ്. അപ്പോൾ ബയോളജിയിൽ ശരിക്കും എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ലൈൻ ബൈ ലൈൻ എൻ സി ആർ ടി കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബയോളജി പഠിക്കാൻ ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഗ്രൂപ്പ് വേണം. എന്ത് ഈ എൻട്രൻസ് പഠിക്കാനൊരു ഗ്രൂപ്പ് വേണം. എല്ലാവരും പറയും ഗ്രൂപ്പായിട്ട് പഠിക്കാൻ പാടില്ല, മറ്റേ സ്റ്റുഡൻറ്റ് നമ്മളെക്കാളും മാർക്ക് കിട്ടിയാൽ നമ്മൾ അഡ്മിഷൻ പോകും. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു, ഒരു ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ റേസ് ദ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസൊക്കെ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ആ ഗ്രൂപ്പിൽ നമ്മൾ ചെയ്തിരുന്നൊരു പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയോളജി അന്നു എടുക്കുന്ന NCERT ലൈൻസ് നമ്മൾ വായിക്കും. എന്നിട്ട് ആ ലൈൻസിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റാപ്പിഡ് ഫയർ ആയിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറയും, അപ്പോൾ ട്രൂ ഫോൾസ് കിട്ടും. മറ്റൊരു ഇങ്ങോട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടും ട്രൂ ഫോൾസ്. ആ എപ്പോഴും ഒരു ടൈം നമ്മൾ വെറുതെ ഇരിക്കാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ലൈൻ ഇങ്ങനെ കുറേ പ്രാവശ്യം വായിക്കണതിനേക്കാളും എഫക്റ്റീവാണ് മറ്റേ ആൾക്കാരോട് ചോദിക്കുന്നത്. അപ്പോൾ അത് എല്ലാ ഫുൾ NCERT നമ്മൾ അങ്ങനെ ചോദിച്ച് കളിച്ചിട്ടുണ്ട്. കാരണം എല്ലാ സമയവും ഇത് തന്നെയാണ് നമ്മൾ ചോദിക്കാറുള്ളത്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കും. ചില സമയത്ത് കെമിസ്ട്രിയിലെ ഇനോർഗാനിക്കിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇങ്ങനത്തെ തിയറി. അപ്പോൾ അങ്ങനെ ലൈൻ ബൈ ലൈൻ NCERT നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ബയോളജിയിൽ നമ്മുടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി NCERT കാണാതെ പഠിച്ചിട്ടാണ് വരുന്നത്. ഇവരിങ്ങനെ ഓരോ ലൈനും നമുക്ക് എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. NCERT ഇങ്ങനെ കാണാം, നമ്മൾ അറിയാണ്ട് സാറിനെ ഇമിറ്റേറ്റ് ചെയ്ത് പോകും. കാരണം അങ്ങനെയാണ് NCERT കാണാതെ പഠിച്ചിട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇടയ്ക്ക് സാറിനെ കളിയാക്കി പറയും NCERT സിലബസ് മാറ്റിക്കഴിഞ്ഞാൽ സാറാകെ പെട്ടു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ബയോളജി പഠിക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനുകൾ മനസ്സിലാവാത്ത പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ എല്ലാ ലൈനുകളും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നമ്മുടെ മൈൻഡിൽ അത് റീറ്റെയിൻ ചെയ്ത് നിർത്താനുള്ള പണി മാത്രമേ നമുക്കുള്ളൂ. അതാണ് ബയോളജിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫിസിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയായിരുന്നു. ഫിസിക്സ് ഒക്കെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഞാൻ +1 പഠിക്കുമ്പോഴും ബുക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ എൻട്രൻസ് അന്ന് പഠിത്തം നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ അതിന് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമുക്കത് മനസ്സിലായി. കാരണം ഒന്നുമല്ല, നമുക്ക് ബേസ് കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ടാണ്. അപ്പോൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ശരിക്കും ഒരു തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതിന് റൈസ് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസിനെ തിയറി ആക്കിയിട്ട് പഠിപ്പിച്ച് തരും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ തിയറി മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഫിസിക്സിന് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ ബുക്ക് ഉണ്ടായിരുന്നു എനിക്ക്, വലിയ ബുക്ക്, കോളേജ് നോട്ട് പോലത്തെ ഒരു ബുക്കാണ്. അതിനെ ഞാൻ ഒരു പേജിനെ 3 ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കഷ്ണം വരച്ചിട്ട് അതിൽ ഓരോ ഇക്വേഷൻസും കാര്യങ്ങളും എഴുതി വെക്കും. എന്നിട്ട് ആ ഇക്വേഷനിൽ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെറുതായിട്ട്, ഇപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിൽ ഞാൻ ഫുള്ള് പാരഗ്രാഫായിട്ട് ക്വസ്റ്റ്യൻ എഴുതില്ല, ഡാറ്റാസ് മാത്രം എഴുതി വെക്കും. എന്നിട്ട് അതിന് സൊല്യൂഷൻ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ആ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചാപ്റ്റർ ഒരു 6 പേജൊക്കെ വരും. അപ്പോൾ അത് റിവൈസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ആ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പക്ഷേ ഞാനിങ്ങനെ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്സിലുള്ള പോലെ ഹെഡിങ് കൊടുത്തിട്ട് അല്ലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യനെ തിയറി ആക്കിയിട്ട്, ഇപ്പോൾ റിവർ മാൻ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഗൺ റീകോയിൽ ക്വസ്റ്റ്യൻ, അങ്ങനെ ഹെഡിങ് കൊടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കൺവെൻഷനൽ രീതിയിൽ നമ്മൾ നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ്. നീറ്റിൽ നമ്മൾ എങ്ങനെ പഠിച്ചെന്നല്ല നോക്കുക, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നാണ് നോക്കുക. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ഞാൻ നോട്ട് ഉണ്ടാക്കിയിരുന്നത്. കെമിസ്ട്രിക്ക് എന്താ പറയുക, 3 ഇതുണ്ടല്ലോ, ഫിസിക്സ് പോലെ തന്നെ ഞാൻ ഇതേപോലെ 3 കഷ്ണാക്കി നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇനോർഗാനിക് ആദ്യമൊക്കെ നമ്മൾ ടീച്ചേഴ്സിൻ്റെ നോട്ട്സ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു ഇനോർഗാനിക് NCERT ഫോളോ ചെയ്യണം. അപ്പോൾ ഞാൻ പതുക്കെ NCERT ബയോളജി പഠിക്കണ പോലെ ഇനോർഗാനിക്കും തുടങ്ങി. കുട്ടികളുടെ കൂടെ റാപ്പിഡ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നമ്മൾ അത് റെഡിയാക്കി. ഇനോർഗാനിക് കറക്റ്റ് റെഡിയാക്കി. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് സെറ്റാണ് റേസിൽ. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓർഗാനിക്കിൽ. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇവർ എല്ലാ മെക്കാനിസങ്ങളും കാര്യങ്ങളൊക്കെ പറയും.
പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ NCERT റെഫറൻസ് തരും. അപ്പോൾ കെമിസ്ട്രി എനിക്ക് കമ്പാരിറ്റീവ്ലി ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന സബ്ജക്റ്റ് ബയോളജീനേക്കാളൊക്കെ കെമിസ്ട്രി ആയിരുന്നു എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. കാരണം ടീച്ചേഴ്സ് ഭയങ്കര സെറ്റായിരുന്നു. നമുക്ക് കുറേ കൺസെപ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പം എനിക്ക് ആ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഒരു രസമായിരിക്കും. അതുപോലെ എക്സാം ടൈമിൽ എങ്ങനെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ടൈമിനെ ഡിവൈഡ് ചെയ്തത്? കെമിസ്ട്രി അത് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ എല്ലാത്തിനും ബയോളജിക്ക് 1 മിനിറ്റ് അല്ല 1 മണിക്കൂർ, എന്ന് പറഞ്ഞാൽ ഫിസിക്സിന് 1 മണിക്കൂർ, കെമിസ്ട്രിക്ക് 1 മണിക്കൂർ, അങ്ങനെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ വാച്ച് യൂസ് ചെയ്ത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അത് മെയിനായിട്ട് കുട്ടികൾക്ക് ഈ എക്സാം 2025 പറ്റിയ പ്രശ്നമാണ്. ഇവർ ഫിസിക്സ് തീർക്കാൻ ശ്രമിച്ചു, പക്ഷെ അങ്ങനെയല്ല. ഞാൻ എന്തേത് ചെയ്തത്, ഫസ്റ്റ് ബയോളജിയാണ് ചെയ്തത്. ബയോളജി എനിക്ക് സത്യം പറയുകയാണെങ്കിൽ തീർക്കാൻ പറ്റിയില്ല ഈ വർഷം. അപ്പോൾ ഞാൻ ഫസ്റ്റ് റൊട്ടേഷൻ കഴിഞ്ഞപ്പോൾ ബയോളജി നിർത്തി. എത്ര ബാക്കിയുള്ളതെന്നുണ്ടെങ്കിൽ ആ റൗണ്ട് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ക്വസ്റ്റ്യൻ നമ്പർ എഴുതി 180, 118 അങ്ങനത്തെ 165 അങ്ങനെ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ബയോളജി മറന്നു കഴിഞ്ഞു. പിന്നെ ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ ചെയ്യാൻ പറ്റാത്തതൊക്കെ റൗണ്ട് ചെയ്തിട്ട് ടൈം കഴിഞ്ഞോ ഞാൻ ബയോളജിനെ ഒഴിവാക്കി. പിന്നെ അടുത്തത് ഞാൻ പോയത്, ഞാൻ ചെയ്യാറുള്ളത് ഫിസിക്സ് ആണ്. ഞാൻ കെമിസ്ട്രി അല്ല ചെയ്യാം, കെമിസ്ട്രി ലാസ്റ്റ് ചെയ്യാം. ഫിസിക്സ് ഞാൻ നോക്കിയപ്പോൾ നല്ല അവസ്ഥ തന്നെയായിരുന്നു. ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിട്ടു. ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തു. അല്ലാതെ നമുക്ക് ചെയ്യാൻ അറിയാത്ത ക്വസ്റ്റ്യൻ്റെ മുകളിൽ നമ്മൾ കുറേ ടൈം കഴിഞ്ഞാൽ നമ്മുടെ ടൈമാണ് പോകുന്നത്. അത് നെക്സ്റ്റ് 1 ഹവറിന് വേണ്ടി ഞാൻ കാത്തുനിന്നു. അതിൽ എനിക്ക് എത്ര ചെയ്യാൻ പറ്റിയത് അത് എനിക്ക് ചെയ്യാൻ പറ്റിയത് സെർച്ച് ചെയ്തിട്ട്, സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പരമാവധി സ്ട്രെസ് കുറച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ ക്വസ്റ്റ്യൻസ് 1 ഹവറിൻ്റെ ഉള്ളിൽ എത്ര ചെയ്യാൻ പറ്റിയത് അത്ര അറ്റൻഡ് ചെയ്തു. പിന്നെ അത് ചെയ്യാൻ പറ്റാത്തത് റൗണ്ട് ഇട്ട് മാർക്ക് ചെയ്തിട്ട് അടുത്ത കെമിസ്ട്രിയിലേക്ക് പോകും. പിന്നെ കെമിസ്ട്രി എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഈ വർഷം കുറച്ചും കൂടി ഈസി ആയിരുന്നത് കെമിസ്ട്രി ആയിരുന്നു. ഞാനതൊരു മുക്കാൽ മണിക്കൂർ കൊണ്ട് ഞാൻ കെമിസ്ട്രിത്തെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്തു. 2-3 ക്വസ്റ്റ്യൻ ഡൗട്ടുള്ളത് ഞാൻ റൗണ്ട് ഇട്ട് വെച്ചു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, ഞാൻ അടുത്തത് ഇനി ബാക്കി 1/4 മണിക്കൂറുണ്ട്. ആ 1/4 മണിക്കൂറിൽ ഞാൻ പോയത് ഫിസിക്സിലേക്കാണ്. അത് ഭയങ്കര ഒരു മിസ്റ്റേക്കായിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം അത് എന്താ പറയുക, ബയോളജിക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും അത് നല്ലതായിരുന്നു. ഞാൻ ഫിസിക്സിലേക്കാണ് പോയത്. കാരണം കൂടുതൽ വിട്ടത് ഫിസിക്സിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നത്. എക്സാം കഴിഞ്ഞിട്ട് റേസിലേക്ക് വന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സൊക്കെ എന്താണ് ബയോളജി ചെയ്താൽ പോരായിരുന്നു എന്നുള്ള ആ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. നമ്മൾ ഒരിക്കലും നമ്മൾ അലോട്ടഡ് ടൈമിന് ശേഷം ആ സബ്ജക്റ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സബ്ജക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ മിക്കവാറും കുട്ടികൾ ചെയ്തിട്ടുണ്ടാവുക, ബയോളജി എല്ലാവരും ചെയ്തു, പിന്നെ ഫിസിക്സിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് വിചാരിച്ചാലും അവർക്ക് സിമ്പിളായിട്ടുള്ള കെമിസ്ട്രി ചെയ്യാനുള്ള ടൈം കിട്ടൂല. അപ്പോൾ മോസ്റ്റ് സ്കോറിങ് പാർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ടൈം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഈവൻ നമ്മുടെ ടൈം കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക, പിന്നെ നമുക്ക് അടുത്തതിലേക്ക് പോകാന്നുള്ള ആ ഒരു ഇതാണ്. അത് ഞാൻ എല്ലാ എക്സാംസിലും റേസിന്, ഇപ്പോൾ ഞാൻ അവിടുത്തെ റേസിന് മാത്രമായിട്ട് 40 ഫുൾ ടോപ്പിക് എക്സാംസ് ലാസ്റ്റത്തെ ടൈമിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഫുൾ ടോപ്പിക് എക്സാമിന് ഒക്കെ ഞാൻ ഫോളോ ചെയ്ത ടൈമിംഗ് പാറ്റേൺ സെയിം ആയിരുന്നു. ഇതേ പാറ്റേൺ തന്നെയായിരുന്നു ഫോളോ ചെയ്തത്. നീറ്റിന് ഞാൻ മാറ്റം വരുത്തൊന്നും ചെയ്തിട്ടില്ല. ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, മാത്സ് ഇഷ്ടമാണോ? മാത്സ് ഇഷ്ടമാണ്, പക്ഷേ അതിനായിട്ടുള്ള ടച്ച് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാ നീറ്റ് എക്സാമിനൊപ്പം JEE മെയിൻസ് ക്രാക്ക് ചെയ്തേ? നീറ്റ് എക്സാമിൻ്റെ കൂടെ JEE മെയിൻസ് ക്രാക്ക് ചെയ്യാൻ ഞാൻ സത്യം പറഞ്ഞാൽ മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് JEEയിൽ എനിക്ക് 97% ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മാത്സ് കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റിപ്പീറ്റ് ചെയ്ത സമയത്ത് മാത്സ് തീരെ അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ എന്നിട്ടും അന്ന് അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ആ ഒരു ഭാഗ്യം. ഞാനെപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ടഫ് ഷിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭാഗ്യത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയത് ഏറ്റവും ടഫായിട്ടുള്ള ഷിഫ്റ്റ് ആയിരുന്നു. എന്നാൽ 28 ജനുവരി എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, ഭയങ്കര ടഫായിരുന്നു. ഇതുവരെ നടന്ന JEEൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും പോലല്ലായിരുന്നു. കാലങ്ങളായിട്ട്
ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ റേസിൽ ഇതൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു എയിംസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. അപ്പോൾ എയിംസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ജെയ്മെയിൻസ് പ്രീവിയസ് ഇയർ ആണ് അതിൽ കൂടുതലും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ജെയ്മെയിൻസിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ എനിക്ക് ഏകദേശം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. നീറ്റ് എക്സാമിന് നീറ്റ് എക്സാം അവിടെ എയിംസ് മെറ്റീരിയൽ ഉണ്ട്. നമ്മൾ അപ്പോൾ നീറ്റ് സ്റ്റുഡൻസ് നമ്മൾ ജെയിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നീറ്റത്തെ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും. കാരണം അവിടെ നമ്മൾ അങ്ങനെ ജെയ് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ട് എക്സാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ നമ്മളെന്തായാലും ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയി. മാത്സ് ഞാൻ അല്ലെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ല, കാരണം എനിക്കൊന്നും അറിയില്ലേനു. അപ്പോൾ ഞാൻ ഫിസിക്സും കെമിസ്ട്രി ഇരുന്ന് ചെയ്തു. അതിൽ ഫിസിക്സിന് ഏറ്റവും ടഫ് അതിൽ ഫിസിക്സ് ആയിരുന്നു. അതിൽ ഫിസിക്സിൽ 25 ക്വസ്റ്റ്യനിൽ 24 എനിക്ക് ശരിയായി, ഒന്ന് എനിക്ക് തെറ്റി. അതിൻ്റെ സില്ലി മിസ്റ്റേക്കാണ്. അത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് 100% സ്കോർ കിട്ടുമായിരുന്നു. 99.99% എനിക്ക് ഫിസിക്സിൽ വന്നത്. ടോട്ടൽ 99.6%. ഞാൻ അത്ര പ്രതീക്ഷയില്ല. അതത്ര ടഫ് ഷിഫ്റ്റാണ്. മാത്സ് എല്ലാവരും ആർക്കും മാത്സ് എഴുതാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ മാത്സ് പഠിച്ചിട്ടുമില്ല. അപ്പോൾ ആ ഭാഗ്യത്തിൽ എന്താ പറയുക, ഫിസിക്സും കെമിസ്ട്രി ഞാൻ നല്ല സ്കോർ ചെയ്തു. ആ ഒരു ഇതിൽ എനിക്ക് നല്ല 99.6 സ്കോർ കിട്ടി. അപ്പോൾ ഈ നീറ്റിന് ഇത്രയും ടഫ് ആകുമ്പോഴും ഞാൻ ഉണ്ടല്ലോ ഇവിടെ NIT കാലിക്കറ്റ് കിട്ടുമല്ലോ എന്നുള്ള, അതും വീട്ടിൻ്റെ അടുത്ത് തന്നെ ആണല്ലോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ആ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നീറ്റിന് നല്ല സ്ട്രെസ് അടിച്ച് ഫുൾ പോയി. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റി. നീറ്റ് കഴിഞ്ഞിട്ടും ഞാൻ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും മാർക്ക് കുറവായിരുന്നു എനിക്ക് പ്രാവശ്യം. കഴിഞ്ഞ വർഷം 663 മാർക്ക് ഞാൻ ജസ്റ്റ് അപ്പം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 650 സംതിങ് ആയിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ നെഗറ്റീവ് മാർക്ക് കൂട്ടിയപ്പോൾ 607 ആയി. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് പ്രാവശ്യം നീറ്റ് കിട്ടില്ല. അങ്ങനെ ഞാൻ പോയിട്ട് നേരെ റേസിൻ്റെ ഇവിടെ പോയിട്ട് ഞാൻ പറഞ്ഞ് ജെയ് മെയിൻസിൽ NIT ആണ് കിട്ടുമല്ലേ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല, എല്ലാവർക്കും ടഫാണ് ഇതുവരെ ഉള്ളത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് അപ്പം മുതലേ ഉണ്ടായിരുന്നു. അത് ദൈവം തന്നൊരു വലിയ അനുഗ്രഹമാണ്. ഈ ഒരു നീറ്റ് എക്സാം പ്രിപ്പയർ ചെയ്ത 1 ഇയർ ജേണി ഒരു ടഫ് ജേണി ആയിട്ട് കാണുന്നുണ്ടോ? ടഫ് ജേണിയൊക്കെ ആണെങ്കിലും നമുക്കത് അങ്ങനെയായിട്ട് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക്. കാരണം എനിക്കതൊരു എന്താണ്, ഒരു ദൈവത്തിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും താങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള, അത് ശരിയാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ സമയത്തും ഒരു ദൈവം ഉണ്ട് കൂടെ എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മൾ അത്രയും സ്റ്റബേണായിട്ട് നിർത്തും. ടഫ് എന്നാൽ സങ്കടപ്പെടാതെയോ സ്ട്രെസ്ഡ് ആവാതെ നിർത്തും. അതായത് ഫുൾ പീരീഡ് സെൽഫ് മോട്ടിവേറ്റഡ് ആയിരുന്നു അല്ലേ? പിന്നെ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. സെൽഫ് മോട്ടിവേഷന് പിന്നിലുള്ളത് റീസൺ ഞാൻ പറഞ്ഞല്ലോ, ദൈവം തന്നെയാണ്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു ഫാമിലിനെയാണ് ദൈവം തന്നത്. കാരണം എനിക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട്, ഞാൻ എങ്ങാനും ഡൗൺ ആയി പോവാണെങ്കിലും എന്നെ സാറില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ഫാമിലി. എൻ്റെ ഉമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മ അത്രയും എന്താ പറയുക എഫേർട്ട് ഇട്ടിട്ടാണ് എന്താ പറയുക ഇന്ന ഇതിലേക്ക് ഈ ഒരു പൊട്ടൻഷ്യലിലേക്ക് എത്തിച്ചത്. ഞാൻ എന്ന് പറഞ്ഞാൽ വാപ്പൊക്കെ മരിച്ച ടൈമിൽ ഞാനെന്താ കുറച്ച് പഠിത്തത്തിലൊക്കെ കുറച്ച് ലാഗ് ചെയ്ത് കുറച്ച് കച്ചറയും ഗെയിംസും കുറേ ഗെയിമും മൊബൈൽ ഗെയിമിലൊക്കെ നല്ല അഡിക്റ്റഡ് ആയിരുന്നു. പ്ലസ് 10ാം ക്ലാസ്സിൻ്റെ 9th ഒക്കെ കൊറോണ ടൈമില് 10th എത്തിയ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി ഉണ്ട്. എങ്ങനെ വെച്ചാൽ ഞാൻ എല്ലായിടത്തും ഫേമസ് ആക്കണം. അപ്പോൾ ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ നമ്മളെ കുറിച്ച് കൺസേൺഡ് ആവും. അപ്പോൾ പിന്നെ നമ്മൾ ഒബ്ലിജ്ഡ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 10th ഞങ്ങളുടെ ക്യാമ്പസ് സ്കൂളിലാണ് പഠിച്ചത്, മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. ആ സ്കൂളിൽ പഠിച്ച സമയത്ത് കുറേ കൊറോണ ടൈമിൽ കുറേ വീഡിയോസ്, എല്ലാ പരിപാടിക്കും ഹിന്ദി പ്രസംഗം എല്ലാം, എനിക്ക് ഹിന്ദി ആണെങ്കിൽ അറിയാത്ത സാധനം ഞാനൊക്കെ കാണാൻ പഠിച്ചിട്ട് പ്രസംഗം പറയും കുറേ. അങ്ങനെ ഫുൾ ഫേമസ് ആയി. ഈവൻ ദോ ഞാൻ ക്ലാസ്സിൽ ഓൺലൈനാണ്, സ്കൂളിൽ ഫേമസ് ആയി. പിന്നെ 10th വന്ന സമയത്ത് എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ പേരറിയാം, ഒമർ ഫാരിസ്. ഞാനവരെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ എല്ലാവരും എന്നെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിർബന്ധമായിട്ടും ഞാൻ എൻ്റെ ഗെയിമുകളും എല്ലാ സോഷ്യൽ മീഡിയ ഒക്കെ ഒഴിവാക്കി 10th തന്നെ നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എക്സാംസ് വീഡിയോസൊക്കെ കണ്ട് പ്രീവിയസ് ഇയർ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് സെൽഫ് മോട്ടിവേഷൻ തുടങ്ങി. ഞാൻ റഹ്മാനിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ ടാക്ടിക് എന്താണ്. നമ്മൾ
നമ്മൾ സ്വന്തം ഫേമസ് ആക്കുക. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് പഠിക്കാൻ റെഡി ആയി പോകും. അപ്പോൾ ഞാൻ അപ്പം തന്നെ എന്താണ് അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്, ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ഞാനാവാറുണ്ട്. അങ്ങനെ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പേരറിയാം. അപ്പോൾ എല്ലാവരും എൻ്റെ നിന്ന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യും. അങ്ങനെ ഞാൻ പഠിക്കും. അതേപോലെ തന്നെ എല്ലായിടത്തും ഞാൻ ആ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്തത്. റേസിൽ ഞാൻ എക്സാമിലൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്നെ കുറിച്ച് കൺസേൺ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ. അതേപോലെ ഇവിടെ ഞാൻ കോളേജിൽ ഇപ്പോൾ ഇവിടുത്തെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. ചെയ്യുന്നത്. അത് ഇവിടെ പെർഫെക്റ്റ് ആവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു തന്ന ടെക്നിക്കാണത്. അത് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണുണ്ട്. ഉമ്മയുടെ ടിപ്പാണ്. പിന്നെ ഫാമിലി മൊത്തം നല്ല സപ്പോർട്ടായിരുന്നു. എക്സാമിൻ്റെ ടൈമിലും അക്കാഡമിക്കായിട്ടും നോൺ അക്കാഡമിക്കായിട്ടും എല്ലാ രീതിയിലും ഫാമിലി സപ്പോർട്ടാണ്. +1 +2 തൊട്ട് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തല്ലോ. അപ്പോൾ ഈ +1 +2 തൊട്ട് തന്നെ എൻട്രൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തപ്പോഴും ഒരു യൂസ്ഫുൾ ആയി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു +1 +2 തൊട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഒന്ന് പറയാമോ? +1 +2 സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ +1 കുറച്ച് ലാഗായി. +2 ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം +2 ശരിക്കും റേസിലേക്ക് വന്നത്. +1 റേസിൽ ഉണ്ടായിരുന്നില്ല അല്ലെ? +1 ഹാഫ് വന്നാണ്. +1 കംപ്ലീറ്റ്ലി ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. +1 റേസിൽ വന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? അത് ഞാൻ അങ്ങനല്ല. ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ബോർഡ് എക്സാം ഞാൻ സ്കൂളിലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയ ഫസ്റ്റ് തന്നെ ചിലപ്പോൾ എൻട്രൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സ്കൂളിലുള്ള ആ ഒരു പെർഫോമൻസിന് അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്, എല്ലാ ഡിസിഷനും നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. ഞാൻ +2 സ്റ്റാർട്ട് ചെയ്തു. ഞാൻ +2 തന്നെയാണ്. ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു. എനിക്ക് ടൈം ഉണ്ടായിരുന്നു +1 കവർ ചെയ്യാൻ. പക്ഷേ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ +2 പഠിക്കുമ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്താണ്, ഞാൻ സ്കൂളിലും പഠിക്കണം ഇതിനും പഠിക്കണം. അതിനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് ആകുമ്പോൾ ആകെ ഒരു സ്ഥലത്തേക്ക് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അവർക്ക് സ്കൂളിനെ കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നേരെ എൻട്രൻസ് രീതിയിൽ പോവുക, അങ്ങനെ രീതിയിൽ ചെയ്യാന്നുള്ളേ. അപ്പോൾ അത് ഇതാണ്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ഈ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അതിനനുസരിച്ച് ഒരു ആവശ്യത്തിനനുസരിച്ച് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും സ്കൂളിലാകുമ്പോൾ അതിന് നോക്കണം ഇതിന് നോക്കണം, അവിടുത്തെ വർക്ക് ഉണ്ടാവും, ഇവിടത്തേന് പഠിക്കണം. അത് നല്ല ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു. അപ്പോൾ എനിക്ക് സ്കൂളിൻ്റെ ടൈമിൽ ഞാൻ അന്ന് സ്കൂളിന് അത്ര പോയിന്റ്സ് കൊടുത്തില്ല. എനിക്ക് +1 പഠിക്കാണ്ടായിരുന്നു, +2 പഠിക്കാണ്ടായിരുന്നു. ഞാൻ അത് ഇങ്ങനെ പഠിച്ചു. പിന്നെ എക്സാം, ഈ ക്വാർട്ടർലി എക്സാം അങ്ങനെയൊക്കെ എക്സാം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഒരു 2 ആഴ്ച എൻട്രൻസ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ ഇംഗ്ലീഷ് ഹിന്ദി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ചെയ്തിന്. നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ഇൻ്റഗ്രേറ്റഡ് ആകുമ്പോൾ ആ ഒരു ഡിഫിക്കൽട്ട് നല്ല ഡിഫറൻസ് ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇനിയിപ്പോൾ എങ്ങാനും ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. കാരണം ടെൻഷൻ നല്ല വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ 1 വർഷം പോയി എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ട്. ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ എങ്ങാനും ഫസ്റ്റ് ചാൻസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബേസ് വേണം റിപ്പീറ്റിന്. കാരണം നമുക്ക് തലേന്ന് തന്നെ അടുത്ത ദിവസം എടുക്കാൻ പോകുന്നത് പഠിക്കാനും ക്വസ്റ്റ്യൻ ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നന്നായി അറിഞ്ഞിരിക്കണം. അത് ആദ്യം അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഇവർക്ക് റിപ്പീറ്റും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ +1 +2 ഒരു ബേസ് നല്ലോണം ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് എല്ലാ സിമ്പിൾ ക്വസ്റ്റ്യൻസും ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റണം. എന്നിട്ട് നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ഒക്കെ ആണെങ്കിൽ ആ റിപ്പീറ്റ് ചെയ്യണ പോലെ തന്നെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ +1 +2 തൊട്ട് തന്നെ ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസ് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉമർ പറഞ്ഞത്. കാരണം ഒരുപാട് കുട്ടികൾക്കും പാരൻസിനും ഈ ഒരു ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്കൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഉമറിൻ്റെ അടുത്ത് ചോദിക്കാം. ഇപ്പം ഉമറിന് പറ്റിയൊരു മിസ്റ്റേക്ക്, അപ്പം ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ +1 +2 നമ്മളുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നവരുണ്ടാവും. ആ ഒരു മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നില്ല, ഒരു ടിപ്പ് എന്താണ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. ഞാൻ പറയും, എനിക്ക് ആ പണ്ടത്തെ +2 കിട്ടണ ആ മോട്ടിവേഷൻ കിട്ടണില്ല. അത് എനിക്ക് കമ്പാരിറ്റീവ്ലി ഇപ്പോഴത്തെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ച് നോക്കുമ്പോൾ അത് കുറവാണ്. എനിക്ക് അന്ന് എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു മോട്ടിവേഷൻ. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയത്. പക്ഷെ എന്നാലും കുറച്ച് കുറഞ്ഞു +2 പഠിക്കുമ്പോഴും റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഉള്ളത്. കാരണം +2 നമ്മൾ പുതിയ കാര്യം പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച്
ഒരു ഇത് ഉണ്ടാവും. പക്ഷെ ഇത് പഠിച്ചത് തന്നെ പിന്നെയും പഠിക്കുന്ന സമയത്ത് ഒരു റിപ്പീറ്റ് ഒക്കെ ചെയ്യണ കുട്ടികൾക്ക് ഇതേ ഒരു ഇത് വരും. അവർ പറയും പഠിക്കാൻ തോന്നണില്ല, ഇത് പഠിച്ച തന്നെ പിന്നെയും പഠിക്കാണ്, എന്നിട്ട് റെഡി ആവണില്ല. അപ്പോൾ അങ്ങനത്തെ ചിന്താഗതി നമ്മൾ മാറ്റണം. അത് പരമാവധി നമ്മൾ കുറയ്ക്കാൻ നോക്കണം. അതുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഒരു കാലി ഗ്ലാസ് ആയിട്ട് നിൽക്കണം, എന്നാലേ നമുക്ക് അതിലേക്ക് കാര്യങ്ങൾ ഒഴിക്കാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ഫുള്ളാണ് എന്നുള്ള ആ ഒരു ചിന്ത, ഞാൻ പഠിച്ചത് തന്നെ പിന്നെയും പഠിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്തോ അറിയാന്നുള്ളതല്ലേ, ആ ഒരു മെന്റാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അത് നമ്മൾ പരമാവധി മാറ്റാൻ ശ്രമിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ സ്ട്രെസ് മാക്സിമം കുറയ്ക്കുക. അതിന് എന്തെങ്കിലും ഒരു നല്ലൊരു സപ്പോർട്ടിങ് സിസ്റ്റം നമ്മൾ കണ്ടെത്തണം. മെന്ററോ പാരന്റ്സോ ദൈവമോ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം. എന്തായാലും നമുക്ക് ഡൗൺഫോൾ ഉണ്ടാവും. എത്ര പഠിക്കുന്ന ആളാണെങ്കിലും ഡൗൺഫോൾ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നമുക്ക് വേണം. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ എക്സാം എഴുതാന്നുള്ള. കുറേ എക്സാംസ് എഴുതാ. അത് നമ്മൾ ചില ആൾക്കാർ നമ്മൾ ഇവിടെ റേസിൽ നടക്കുന്ന എക്സാം ആകുമ്പോൾ ഇവർ ചിലപ്പോൾ കണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അവരെന്താ അതറിയാം, ഇതിന്റെ ആൻസർ ബി ആണ്, അങ്ങനെ പോകും. അങ്ങനെ എനിക്ക് കുറച്ച് ആൾക്കാരെ പരിചയമാണ്. പക്ഷെ അവർക്ക് എന്താ പറയാ, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും നമുക്ക് അറിയണ ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ആൻസർ ഇതാണ് അറിയണമെങ്കിൽ നമ്മൾ അതിന്റെ വർക്ക് അവിടെ ചെയ്യണം. എന്നാലേ നമുക്ക് ഫൈനൽ എക്സാമിന് നമുക്ക് അതിന്റെ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഒരു 3 മണിക്കൂറിന്റെ എക്സാം 2 മണിക്കൂർ 2.25 മണിക്കൂർ കൊണ്ട് തീർത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കണ പോലെ ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. അവിടെ ഒക്കെ പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെയും നമ്മൾ 3 മണിക്കൂറിൽ എഴുതി ശ്രമിക്കുക. നമുക്ക് അറിയണതാണ് ആണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ടൈം അതിന് കൊടുക്കണം ഓരോ ക്വസ്റ്റ്യനും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. 2026 നീറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങളാണ്, അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഇത്രയധികം കാര്യങ്ങളാണ് ഉമർ നമ്മളുടെ അടുത്ത് സംസാരിച്ചത്. അപ്പം ഉമറിൻ്റെ ഒരു ഡ്രീം ഫുൾഫിൽ ആകട്ടെ. അതായത് ഉപ്പയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉമറിലൂടെ കംപ്ലീറ്റ് ആവട്ടെ. നമ്മളുടെ ഫുൾ കമ്മ്യൂണിറ്റിക്ക് ഒരു നല്ല ഡോക്ടറെ കിട്ടട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എന്താണെങ്കിലും ജേർണി കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.